ഇതാരും ലളിതയോ? സോറി, ലളിതയുടെ വണ്ടിയാണെന്ന് ഓർത്തില്ല. എന്റെ വാൻ ബ്രേക്ക് ഡൗൺ ആയി. 20 ഇല്ലെങ്കിൽ അടുത്ത വർക്ക്ഷോപ്പിൽ വരുന്ന ടോപ്പ് ചെയ്യണം. പോണ വയ്ക്കാം. മൗനം സമ്മതം, അതങ്ങനെ. പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് അങ്ങനെ തന്നെ. കൊള്ളാമല്ലോ, നല്ല സ്റ്റീരിയോ. ഓണിയും ഇഷ്ടമാണോ? അവരുടെ സ്റ്റൈലൊക്കെ പഴഞ്ഞനായി പോയി. പക്ഷെ എന്നാലും എനിക്കിപ്പോഴും അതൊരു വീക്ക്നെസ്സാ. കണ്ടില്ലേ, കാസറ്റ് ഞാൻ പോക്കറ്റിൽ കൊണ്ടു നടക്കാം. നിർത്തിക്കളഞ്ഞോ? നിങ്ങൾ ആരാ? എന്താ നിങ്ങൾക്ക് ജോലി? മറന്നുപോയോ? മൈ നെയിം ഈസ് വിജയചന്ദ്രൻ, ബിസിനസ് മാൻ, എക്സ്പോർട്ടർ. എന്റെ ബിസിനസ് എന്താണെന്ന് വെച്ചാല് ഈ കശുവണ്ടി ഉണ്ടല്ലോ, കശുവണ്ടി, അതിന്റെ തൊണ്ട് ചക്കിലിട്ടാട്ടി ആ എണ്ണ സിംഗപ്പൂരിലേക്ക് അയച്ചേ. അല്ല, ഒരു കാര്യം ചോദിക്കാൻ മറന്നുപോയി. എപ്പോഴും ചോദിക്കണമെന്ന് ഓർക്കും, ലളിതയെ കാണുമ്പോൾ അതങ്ങ് മറക്കും. നിങ്ങൾ എന്തിനാ റോബർട്ടിനെ കൊന്നേ? ശരി, വീണ്ടും കാണാം. കുപ്പികളെ കൊണ്ടുവാ. മതി, ഇനി കാശ് വന്നിട്ട് കുടിച്ചാ മതി. മാറ്റോനൊക്കെ അവൻ തരും. മാറ്റോനോട് വാങ്ങിച്ചു കുടിച്ചാ മതി. ഇനി സാറങ്ങ് പോയാട്ടെ. സാറിന് ആവശ്യമുള്ള കുപ്പി കൊടുത്തേര് കേട്ടോ. കാശൊക്കെ ഞാൻ തരാം, പിടിച്ചോ. പിന്നെ വേണ്ടി വന്ന സാറിന് ഞാൻ ഈ ഷാപ്പ് മൊത്തം മേടിച്ചു കൊടുക്കും. അതേ, സാറ് മോർച്ചറിലെ അറ്റൻഡർ അല്ലേ? അതെ. അതേ, ഈ മോർച്ചറിലെ റോബർട്ടിന്റെ ശവം എന്നെ ഒന്ന് കാണിക്കണം. കാണിക്കാവൂ? കാണിക്കാം, അളിയനെ കാണിക്കാം. ഇതാണ് നമ്മുടെ മോർച്ചറി. ഇവിടെ ഒരു ശവം കാണുന്നില്ലല്ലോടാ, നീയല്ലാതെ. അളിയൻ ചെല്ല്. അളിയൻ വരുന്നില്ലേ? അയ്യോ, ഇത് സത്യമുള്ള തൊഴില. കുടിച്ചിട്ട് ഞാൻ അകത്ത് വരികയല്ല. അളിയൻ ചെല്ല്, ഞാൻ ഇവിടെ നിന്നോളാം. ഭയങ്കര നാറ്റ. അത് സ്പിരിറ്റിന്റെയാ. ഉണ്ടണം. ഓ,
ഇതല്ല. എന്തോ സുകുമാരന്റെ സുഹൃത്തെന്ന് പറയുമ്പോ പത്രപ്രവർത്തകനാണോ? അല്ല, എനിക്ക് ബോംബെയിൽ ബിസിനസ് ആയിരുന്നു. വളരെ ചെറുപ്പത്തിൽ തന്നെ ബോംബെ ചെന്ന് പറ്റിയതാ. ഇനിയിപ്പോ ബിസിനസ് ഒക്കെ നാട്ടിലാകാമെന്ന് വിചാരിച്ചു. ലളിതയെ കുറിച്ച് ആലോചിക്കുമ്പോ എനിക്ക് വിഷമമുണ്ട്. എനിക്ക് ആകെ ഉണ്ടായിരുന്ന സുഹൃത്തായിരുന്നു സുകുമാരൻ. ലളിതയുടെ കൈകൊണ്ടുണ്ടാക്കിയ ഒരുപാട് ആഹാരം ഞാൻ കഴിച്ചിട്ടുണ്ട് ബോംബെയിൽ ആ, അതൊക്കെ ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം? മിസ്റ്റർ വിജയചന്ദ്രൻ അവളെ ഒന്ന് ഉപദേശിക്കണം. ഞാൻ പറഞ്ഞു മടുത്തു. ഇവളിങ്ങനെ ബോംബെയിൽ ഒറ്റയ്ക്ക് തുടരുന്നത്, അതും സുകുമാരൻ വർക്ക് ചെയ്ത അതേ പത്രത്തിൽ. മറ്റൊരു വിവാഹം എന്ന് പറയുമ്പോ ഇവൾ എതിർക്കുന്നതും ഇതൊക്കെ കൊണ്ട് തന്നെ. ആ റോബർട്ട് ആണെങ്കിൽ മരിച്ചു. ഇവളിനി ആരോട് പ്രതികാരം ചെയ്യാന്? ഈ ലേഖനമൊന്നും പത്രപ്രവർത്തനമൊന്നും പറഞ്ഞ് അവിടെ ഇങ്ങനെ തുടരുന്നത് മിസ്റ്റർ വിജയചന്ദ്രൻ ഇവിടെ പറഞ്ഞു മനസ്സിലാക്കണം. എനിക്കാണെങ്കിൽ വയസ്സായി. ലളിതയെ ഒന്ന് ഉപദേശിക്കണം വെച്ചാൽ ഞാൻ വന്നത്. ഞാൻ പറഞ്ഞ ഒരു പക്ഷെ അനുസരിച്ചേക്കും. അവള് വന്നല്ലോ. ഞാൻ ആ വണ്ടി ഒന്ന് മാറ്റിയിട്ട് കൊടുക്കട്ടെ. വാതൊക്കെ തന്നെ ഇട്ടിരിക്കുന്നു. ഗുഡ് ഈവനിങ് മാഡം. എന്നെ ഇവിടെ തീരെ പ്രതീക്ഷിച്ചില്ലല്ലേ? ചൂടാകാതെ. ലളിതയ്ക്ക് എന്നെ വേണ്ടെങ്കിലും എനിക്ക് ലളിതയെ ഉപേക്ഷിക്കാൻ പറ്റുമോ? ഒന്നുമല്ലെങ്കിലും റോബർട്ടിനെ കൊന്ന പാർട്ടിയില്ലേ. അച്ഛനെ ഞാൻ കമ്പനി അടിച്ചു. സുകുമാരന്റെയും ലളിതയുടെ ഒക്കെ ഫാമിലി ഫ്രണ്ടാണെന്നാണ് ഞാൻ പറഞ്ഞു വെച്ചിരിക്കുന്നത്. മാറ്റി പറയരുത്. ആ, ഗുഡ് ഈവനിങ്. മോളുടെ പേരെന്താ? വിജയചന്ദ്രൻ. ലളിതയുടെ മോളാണല്ലേ? മിടുക്കി. ആ, അച്ഛൻ കാത്തിരിക്കുന്നുണ്ടാവും. അങ്ങോട്ട് ചെല്ല്. മോളെ, നീ വിജയചന്ദ്രനെ കണ്ടില്ലേ? കണ്ടു. നിന്നെ കാത്തിരിക്കുകയായിരുന്നു. ഒരു ചായ പോലും കൊടുത്തില്ല. അതിനെന്താ, കുടിച്ചു കളയാലോ. ലളിത വന്നല്ലോ. മധുരാധികം വേണ്ട, അറിയാലോ. മോളി അങ്കിളിനെ ഓർക്കുന്നുണ്ടോ? കള്ളി മറന്നു കളഞ്ഞു. കേട്ടോ ലളിതേ? അഞ്ചു എന്നെ മറന്നു. കൊച്ചു പിള്ളേർ അങ്ങനെയാ. കുറച്ചാള് കാണാതിരുന്ന മറന്നു. ലളിത ചായ എടുക്ക്. വരൂ, ഇരിക്കൂ. അപ്പോഴേ സാറേ, നമുക്ക് ഹോസ്പിറ്റലിൽ പോണ്ടേ? ആ, എനിക്ക് പരഹൃദയജ്ഞാനൊന്നും അറിയില്ലല്ലോ ശ്രീകുമാറേ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? ആഹാ, നിങ്ങൾ പരിചയക്കാരാണോ? പിന്നെ ഞങ്ങൾ അന്നേ പരിചയക്കാരല്ലേ? ഡിയർ ഫ്രണ്ട്സ്. ഹലോ. അതെ അതെ. പോകാം സാർ. മോളെ ലളിതേ, എന്നാ ഞാനൊരു ഇഞ്ചക്ഷൻ എടുത്തിട്ട് വരാം. നിങ്ങൾ ചായ കുടിച്ച് കഴിയുമ്പോഴത്തേക്ക് ഞങ്ങൾ ഇങ്ങെത്തും. പോയിക്കളയരുതേ. ഇല്ല മോളെ, നീ വരാൻ വൈകുന്നതുകൊണ്ട് ഞാൻ ശ്രീകുമാരൻ. അതെ. ഇനിയിപ്പോ നിങ്ങൾ സംസാരിച്ചിരിക്കും. മോളെ പോണ്ട. ആ, അവളോട് പോരട്ടെ. പിന്നെ ഞാൻ ഇന്നൊരു ഇഞ്ചക്ഷൻ എടുത്തിട്ടുള്ള കാര്യമുള്ളൂ. ഞങ്ങൾ ഉടനെ വരും. പോയിക്കളയരുത്. ഇല്ല.